ത്തിലേക്കുള്ള സമയമാണ്. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വചന സൂക്ഷിക്കുന്ന സമയത്തെ നമുക്ക് വേർതിരിക്കാം. എല്ലാ കരങ്ങളും അടിച്ചെറിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തു. ഇന്ന് പകലിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇത്രയും നേരം നാം അനുഭവിച്ചു. കർത്താവിനെ ആരാധിച്ചു, മഹത്വം കൊടുത്തു. ഈ പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, ആരാധനയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം വചന ശുശ്രൂഷയിൽ തീയായി വെളിപ്പെട്ട് വരാൻ പോയി. ഒരാമയും പറഞ്ഞാട്ടെ, ഉറക്കെ ഒരാമയും പറഞ്ഞാട്ടെ. നമ്മൾ സ്വീകരിപ്പാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് പകലിൽ ഇതിനകത്ത് ചലിക്കും. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിനായി നാം കാത്തിരിക്കുന്ന ഒരു പകലാണ്. അങ്ങനെ ആണെങ്കിൽ ഇന്ന് പകലിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ പകൽ ആണ് ഈ പകൽ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ എത്ര പേർ ഇതിനകത്തുണ്ടോ? അവർ മാത്രം കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞാനൊരു വർഷാവസാന ദിവസങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പകലിൽ ഉപവാസത്തിനായി പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ ഒരുക്കത്തോടിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഒത്തിരി ഭാരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് പകൽ അതെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപേ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അത് കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ, ഈ പകലിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയായി ദൈവശക്തി വാഗ്ദത്തങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്ന ഒരു പകലായി തീരും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ എത്ര പേർ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ടോ? അവർ മാത്രം ഹല്ലേലൂയ, ആമേൻ. വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ ഒരു പകലായി ഈ പകൽ മാറാൻ പോവുക. അതിനോട് അനുബന്ധിച്ച ചെറിയ ഒരു ചിന്ത നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എന്നിട്ട് വേഗത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കും, കർത്താവിനെ ആരാധിക്കുവാൻ എഴുന്നേൽക്കും. കർത്താവിന്റെ ശബ്ദത്തെ ഒരുമിച്ച് നമ്മൾ കേൾക്കുന്നു. വേഗത്തിൽ വേദപുസ്തകം തുറക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 28, 29, 30 വാക്യം കുറുവാക്യമായി വായിച്ച തിരുവചനത്തിൽ നിന്ന് നമ്മൾ വേഗത്തിൽ ശ്രവിക്കാൻ പോകുകയാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 28, 29, 30 വാക്യം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകലിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ശക്തിയോട് വെളിപ്പെട്ട് നിൽക്കുകയാണ്. അതിരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ തൊടേണ്ടതിന് എല്ലാ ധരങ്ങളും തുറന്നാട്ടെ. ആത്മസാന്നിധ്യം ഇതിനകത്ത് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെട്ടു, എനിക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എത്ര നമ്മൾ അതിരി ഇട്ടാലും എത്ര അളവിട്ടാലും അതിനകത്ത് ഒതുങ്ങുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ആരെയും അളവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം നിൽക്കത്തില്ല. നാം ചിന്തിക്കുന്നതിനും അപ്പുറം കടന്നു ചെന്ന് ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കും. വീടുകളിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുന്നവരുണ്ട്, ഇതിനകത്തിരുന്ന് ദൈവശബ്ദം കേൾക്കുന്നവരുമുണ്ട്. ഇന്ന് പകൽ എനിക്ക് നന്നായിട്ട് അറിയാം, ശബ്ദം ദൈവശബ്ദമാകുകയാൽ ദൈവശബ്ദം ഇന്ന് പകൽ വിടുതലായി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എല്ലാ ധരങ്ങളും തുറന്നാട്ടെ. കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഈ പകലിൽ നിത്യജീവന്റെ മൊഴി അങ്ങയുടെ പക്കലുണ്ട്. അങ്ങയുടെ സന്നിധി വിട്ട ഞങ്ങൾ എവിടെ പോയി ഒളിക്കും? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൂടുകെട്ടി കർത്താവെ അവിടെ താമസിക്കാൻ ശ്രമിച്ചാലും അവിടെയും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇനി സ്വർഗത്തിൽ കയറി താമസിക്കാൻ ശ്രമിച്ചാലും അവിടെയും ദൈവ സാന്നിധ്യമുണ്ട്. എവിടെ വസിച്ചാലും ദൈവത്തിന്റെ കണ്ണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവെ, അങ്ങേ വിട്ട് അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം നന്നായി അറിയുന്ന കർത്താവ്, ഞങ്ങളോട് സംസാരിക്കാൻ നന്നായിട്ട് അറിയുന്ന കർത്താവ്, ഒരു പിതാവിനെ പോലെ ആലോചന പറഞ്ഞ നടത്തുവാൻ കഴിവുള്ള ഞങ്ങളുടെ സ്വർഗത്തിലെ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കണം. എല്ലാ ധരങ്ങളും തുറന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞൊരു ആ പ്രസൻസ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനങ്ങളെ തുറന്ന ശക്തിയോടെ നിത്യ
ആഗ്രഹിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിടുതലിന് വേണ്ടി അങ്ങയുടെ ശബ്ദം മുഴങ്ങട്ടെ. സഭയ്ക്ക് വിടുതലിന് വേണ്ടി, ദേശത്ത് വിടുതലിന് വേണ്ടി, രാജ്യത്ത് വിടുതലിന് വേണ്ടി, ലോകത്ത് വിടുതലിന് വേണ്ടി ദൈവ ശബ്ദം ഈ പകലിൽ ഈ ഹാളിനകത്ത് മുഴങ്ങി കേൾക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പുത്രനെ ഒരു പകൽപ്പുഴ ഉയർത്തുവാൻ കൃപ അടിയൻ നൽകിയാട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. പോരാ പോരാ, ശബ്ദം ഉയരട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ദൈവം നമുക്ക് നൽകിയത് കർത്താവ് നമ്മളോട് ഒരു പകൽ കൂടെ കൃപ കാണിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നാം നിൽക്കുന്നത് കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടും ദൈവം നമ്മെ നിർത്തിയത് കൊണ്ടുമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ നിർത്തിയ കർത്താവിന് എന്തോ ഒരു പുതിയ പദ്ധതി നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇന്ന് പകൽ വചനത്തിൽ കൂടി കേൾക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം. ലൂക്കോസ് എന്ന മനുഷ്യൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രവർത്തികളുടെ പുസ്തകവും സുവിശേഷ പുസ്തകവും. 2 പുസ്തകവും ശിഷ്യനായിരുന്നില്ല എങ്കിൽ പോലും യേശുവിനെ കുറിച്ചുള്ള അറിവ് സുവിശേഷ പുസ്തകത്തിൽ അടുക്കും ചിട്ടയോടും കൂടി അദ്ദേഹം എഴുതി. പ്രവർത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള കേട്ടറിവ് അഭിഷേകത്തിന്റെ നിറവോടെ അടുക്കും ചിട്ടയോടും കൂടെ എഴുതി. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. അഭിഷേകമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരടുക്കും ചിട്ടയും ഉണ്ടാകും. കേൾക്കുന്നുണ്ടോ? അഭിഷേകമുണ്ടെങ്കിൽ, ദൈവവചനമുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരടുക്കും ചിട്ടയും ഉണ്ടാകും. പൊളിഞ്ഞു പോയതിനെ എല്ലാം അടുക്കി ശരിയായ വിധത്തിൽ പണിയാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ വിശ്വസിക്കുന്നു പൊളിഞ്ഞുപോയ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പൊളിഞ്ഞുപോയത് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകലിൽ ശരിയായ വിധത്തിൽ അടുക്കും ചിട്ടയോടും കൂടെ പണിയാൻ ദൈവ സാന്നിധ്യം ഈ പകലിൽ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. ആമേൻ. നന്നായി ശരിയായി പണിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നന്നായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ പുസ്തകം എഴുതാൻ ലൂക്കോസിനെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തികളുടെ പുസ്തകം എഴുതി, സുവിശേഷ പുസ്തകം എഴുതി. സുവിശേഷ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ പ്രാധാന്യതയുള്ള ഒരു ഭാഗം, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യേശു ശിശുവായിരിക്കുന്ന സമയത്ത് യേശുവിനെ പള്ളിയിലേക്ക് തന്റെ മാതാപിതാക്കൾ കൊണ്ടുപോകുകയാണ്. മാതാപിതാക്കൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് വാഗ്ദത്തം വളരെ വർഷങ്ങളായി കേട്ട ഒരു മനുഷ്യൻ, വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ശിമോൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ശിമോൻ എന്നതാണ്. വേദപുസ്തകത്തിൽ നമ്മളെ ഏതൊരു ഭാഗം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചാലും, പ്രവർത്തികളുടെ പുസ്തകമാകട്ടെ, സുവിശേഷ പുസ്തകമാകട്ടെ, ചരിത്ര പുസ്തകമാകട്ടെ, ലേഖനങ്ങളാകട്ടെ, ഏത് തന്നെയായാലും വേദപുസ്തകത്തിൽ ഒരു വാക്യം നമ്മൾ വായിച്ചാൽ ആ വാക്യത്തിന്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആ പുസ്തകത്തിന്റെ മുന്നോട്ടും ആ വാക്യത്തിന്റെ മുന്നോട്ടും ബാക്കിലോട്ടും നമ്മളൊന്ന് വായിക്കേണ്ടതായിട്ടുണ്ടോ. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ലേഖന പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം കൊണ്ട് അതിന്റെ ശരിയായ ഒരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, സാഹചര്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ ശരിക്കും അതിനെ നന്നായിട്ട് പഠിക്കാൻ അതിന്റെ ബാക്കിലോട്ടുള്ള മുന്നിലോട്ടുള്ള പുസ്തകങ്ങൾ, അധ്യായങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഈ നന്നായിട്ട് വായിക്കുന്നവർക്ക് നന്നായി ജ്ഞാനം വെളിപ്പെട്ട് വരും. നന്നായി ജ്ഞാനം വെളിപ്പെട്ട് വന്നാലോ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി വചനം പറയാൻ, മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു അറിവ് കർത്താവ് അവരുടെ മനസ്സിനകത്ത് നൽകും. പരിജ്ഞാനം അകത്ത് കിട്ടിയാലുണ്ടല്ലോ ലോകത്തിൽ ഒരു പിശാചും ഒരു വ്യക്തിയെയും തകർക്കാൻ ശ്രമിക്കത്തില്ല. കാരണം വചനം എന്ന് പറയുന്നത് തന്നെ ഒരു തീയ. ആമേൻ. വചനമകത്തുണ്ടെങ്കിൽ വചനത്തിലുള്ള പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. കൈവെപ്പിനാൽ വിടുതൽ നടക്കും, പ്രാർത്ഥനയാൽ സൗഖ്യങ്ങൾ നടക്കും, വാക്കിനാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കൺമുമ്പിൽ കാണാൻ പറ്റും. കാരണം യേശു എന്ന നാമം പവർഫുൾ ആയിട്ടൊരു നാമമാണ്. സകല നാമത്തിനേക്കാളും മേലായ നാമം ധരിച്ചത് യേശു എന്ന നാമം ആയിരിക്കൊണ്ട് യേശു എന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികൾക്കും കർത്താവ് ഈ കൃപായുഗത്തിൽ വിടുതൽ നൽകും. നിശ്ചയമായ ഒരു കാര്യമാണ്. പ്രാർത്ഥനയിൽ വാക്കിനാൽ സൗഖ്യങ്ങൾ നടക്കും, വാക്കിനാൽ അത്ഭുതങ്ങൾ നടക്കും. അത് നിശ്ചയമായ ഒരു കാര്യമാണ്. പക്ഷേ തീ വെളിപ്പെടണമെങ്കിൽ, പ്രാർത്ഥനയിൽ തീ വെളിപ്പെടണമെങ്കിൽ വചനത്താലുള്ള തീ വെളിപ്പെടുത്തണം.
അഭിഷേകത്താൽ തീ വെളിപ്പെട്ട് വരും. വചനത്താൽ തീ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പ്രത്യേകത, വചനം എന്ന വാള് തീയായി വെളിപ്പെട്ട് നിൽക്കുക മാത്രമല്ല, പ്രവർത്തിക്കാൻ തുടങ്ങും. ഏതൊരു പിശാചിനും അയൽപ്പക്കത്തിൽ പോലും കയറി അവൻ ജീവിതത്തിൽ ഒരു പ്രശ്നവും കൊണ്ടിടാൻ കഴിയാതെ വണ്ണം ജീവിതത്തിനകത്ത് ചില പ്രതികൂലങ്ങളെ ജയിക്കത്തക്ക രീതിയിൽ പരിശുദ്ധിയാത്മാവ് സഹായിക്കും വചനത്താൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് വചനം നമ്മൾ കുറച്ചൊക്കെ ഒരു വാക്യത്തിൽ നിന്ന് ബാക്കിലോട്ടും മുമ്പിലോട്ടൊക്കെ വായിച്ച് പഠിക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഈ ഭാഗവും ഈ നമ്മൾ വായിച്ച കുറുവാക്യത്തിന്റെ സന്ദർഭവും കിടക്കുന്നത് ഒരു പാരഗ്രാഫായിട്ട്, ആ അധ്യായത്തിൽ ഒരു പാരഗ്രാഫായിട്ടാണ് തുടങ്ങുന്നത്. ആ സന്ദർഭം നമ്മൾ പല പ്രാവശ്യം ഈ ഭാഗം വായിച്ചിട്ടുള്ളവരായിരിക്കാം, പല ദൂതുകൾ ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷെ പുതിയൊരു ദൂത് ദൈവം ഇന്ന് പകൽ നമുക്ക് നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ഈ പകലിൽ നിങ്ങൾ ഇതിനകത്തായിരുന്നാൽ കർത്താവ് നിശ്ചയമായി നമ്മളോട് സംസാരിക്കും. രാമയും പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ച കുറുവാക്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ദൂതിലേക്ക് പ്രവേശിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ പ്രധാന ദൂതിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 25-ാം വാക്യം മുതലാണ്. 25-ാം വാക്യം മുതലാണ്. ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വേദപുസ്തകത്തിൽ കർത്താവ് സാക്ഷി പറഞ്ഞ ഒരു നല്ലൊരു മനുഷ്യനുണ്ട്, ബദ്ധനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിലെല്ലാം അദ്ദേഹം പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുകയും വാഗ്ദത്തങ്ങളുടെ നിവർത്തി കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് മനുഷ്യൻ? പഴയ നിയമത്തിലെ മനുഷ്യൻ ആരാണ്? ഇയ്യോബ്. ഇയ്യോബ് എന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ കർത്താവ് സാക്ഷി പറയുന്നുണ്ട്. അവൻ നീതിമാൻ എന്ന് പറയുന്നുണ്ട്, നേരുള്ളവൻ എന്ന് പറയുന്നുണ്ട്, ദോഷം വിട്ട് അകലുന്നവൻ എന്ന് പറയുന്നുണ്ട്. ഇനി ഇയ്യോബിന്റെ മറ്റൊരു സവിശേഷത ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ മക്കളെയും മരുമക്കളെയും എല്ലാം കൂട്ടി വരുത്തി അവർ പാപം ചെയ്തു കാണും എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി കൂടി ആരാധന കഴിക്കുന്ന, അവർക്ക് വേണ്ടി കൂടി അപേക്ഷ കഴിക്കുന്ന, അവർക്ക് വേണ്ടി കൂടി യാചിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ലൊരു ശീലമല്ലേ? നമ്മുടെ കുടുംബത്തിനകത്ത് മറ്റുള്ളവരുടെ നിലനിൽപ്പിന് വേണ്ടി കൂടി, ആത്മീക നിലനിൽപ്പിന് വേണ്ടി കൂടി നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. കർത്താവ് നമ്മളിൽ പ്രസാദിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ആരും വീഴ്ന്നു പോകാതെ, ആരും തകർന്നു പോകാതെ, എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന്, എല്ലാവരും പ്രാർത്ഥനയിൽ നിലനിൽക്കേണ്ടതിന്, എല്ലാവരും അനുഗ്രഹത്തിൽ നിലനിൽക്കേണ്ടതിന്, എല്ലാവരും കർത്താവിൽ നിന്ന് വലിയ കൃപ പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. നിശ്ചയമായി അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എന്താ പ്രത്യേകത? നമ്മുടെ കുടുംബത്തെ തകരാതെ വണ്ണം കർത്താവ് കൈകളിൽ വഹിച്ചുകൊള്ളും. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഏതെങ്കിലും തകർന്ന കുടുംബങ്ങൾ എന്നെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ദൈവശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പകലിൽ സംസാരിക്കുന്ന ഒരു നല്ല ചിന്തയാണ്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടി? കുടുംബങ്ങളെ തകർക്കുക പിശാചിന്റെ പ്രധാന ലക്ഷ്യമായി ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുടുംബങ്ങൾ തകർക്കുകയാണ് പ്രധാന ലക്ഷ്യം. കാരണം കുടുംബങ്ങളുടെ ഐക്യത നഷ്ടപ്പെട്ടാൽ കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ നഷ്ടപ്പെടും. കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോയാൽ സഭയ്ക്ക് ഒരു സപ്പോർട്ട് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലുള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കുടുംബങ്ങളെ തകർത്ത് കളയാൻ തക്ക വിധത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പൈശാചിക ലോകത്തെ ജയിക്കത്തക്ക രീതിയിൽ കുടുംബങ്ങൾ ഐക്യത വെളിപ്പെട്ട് വരുവാൻ ദൈവസഭയിൽ ദൈവമക്കൾ കുടുംബങ്ങളായി കരയണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. യെരൂശലേം പുത്രിമാരോട് പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, കർത്താവിനെ ചൊല്ലി കരയണ്ട, മറിച്ച് പിന്നെ ആരെ ചൊല്ലിയ കരയേണ്ടിയേ? നമ്മൾ കരയേണ്ടിയത്, നാം ആദ്യം കരയേണ്ടിയത് നമ്മളെ ചൊല്ലി കരയണം. എന്നിട്ട് നമ്മുടെ തലമുറകളെ ചൊല്ലി കരയണം. കുടുംബത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ചൊല്ലി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി നാം മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പിശാചിന് കർത്താവ് അനുവാദം കൊടുക്കത്തില്ല. സ്തോത്രം. ഒരു വാഗ്ദത്തം അതിനോട് ചേർത്ത് പറയുന്നു വചനത്തിൽ നിന്ന്, യാതൊരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കത്തില്ല. രാമേ പറഞ്ഞ
ഇനി അടുത്ത ഭാഗം ശ്രദ്ധിച്ചോട്ടെ. ഈ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്ന സാക്ഷി പറയുന്നു യോബിനെ കുറിച്ച് സാക്ഷി പറയുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ കാണാൻ പറ്റും. പുതിയ നിയമത്തിൽ വരുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് സാക്ഷി പറയുന്ന മനുഷ്യനാണ് ശീമോൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് കർത്താവ് സാക്ഷി പറയുകയാണ്. എന്താ അദ്ദേഹത്തെ കുറിച്ച് സാക്ഷി പറയുന്നത്? അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അദ്ദേഹം നീതിമാനാണ്. ഒന്നാമത്തെ ക്വാളിറ്റി അദ്ദേഹത്തിൽ കണ്ട ഒരു നല്ലൊരു നമ്പർ 1 ക്വാളിറ്റിയാണ് നീതിമാൻ എന്ന ക്വാളിറ്റി. സ്വതന്ത്രം പറഞ്ഞേ, നമ്മളെ കർത്താവ് നോക്കുമ്പോൾ നമ്മളിൽ ചില ക്വാളിറ്റികൾ കർത്താവിന് കാണാൻ കഴിയണം. സ്തോത്രം. നമ്മളൊരു ഷോപ്പിൽ പോവുകയാണ്, ഒരു കടയിൽ പോവുകയാണ്. കടയിൽ പോയിട്ട് സാധനം മേടിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നതിന്റെ ക്വാളിറ്റിയാണ്. ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ക്വാളിറ്റി നോക്കി എടുക്കുന്നതിന് കാരണം ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എടുത്താലേ അതിന് എന്താ പറയുക ആയുസ് കൂടുതലുള്ളൂ, നിലനിൽപ്പ് കൂടുതലുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് നമ്മൾ എടുക്കാൻ ശ്രമിക്കത്തില്ല. ക്വാളിറ്റി ആയിട്ടുള്ള ഒറിജിനൽ സാധനം നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്വാളിറ്റി ഉണ്ടാകണം. കർത്താവ് നോക്കുമ്പോൾ പറയത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് നീതിമാൻ എന്ന ക്വാളിറ്റി. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്തുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സിയോനിൽ സമാധാനം വരേണ്ടതിന്, സിയോനിൽ വിടുതൽ വെളിപ്പെട്ട് വരേണ്ടതിന്, സിയോനിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ട് വരേണ്ടതിന് സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം പറഞ്ഞേ, നല്ലൊരു ക്വാളിറ്റിയാണ്. സിയോനിൽ സമാധാനം വെളിപ്പെട്ട് വരേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ശ്രദ്ധിച്ചോ, ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. സ്തോത്രം പറഞ്ഞേ, അതിന്റെ ഒരു ആത്മീക അർത്ഥം ഞാൻ പറയാം. അതിന്റെ ഒരു ആത്മീക അർത്ഥം, ഇസ്രായേലിയർ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവ കൃപയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇസ്രായേലിയരാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അർത്ഥാൽ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകൊണ്ട് നാം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയുടെ സമാധാനത്തിന്, ദേശത്തിൽ നമ്മളോടൊപ്പം ആരാധിക്കുന്ന ദൈവജനത്തിന്റെ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ശീലം. കൂടെയുണ്ടോ? ഞാൻ ആരാധനയിലേക്ക് വരും. നമ്മളൊരു നല്ല ഒരു ദൈവിക ദൂതിലേക്ക് വരും. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നമ്മൾ ആരാധിച്ച് തന്നെ, തീർച്ചയായും പ്രാർത്ഥിച്ച് തന്നെ മടങ്ങത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരുമിച്ച് ദൈവവചനം ചില നിമിഷം കേട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു നല്ല ശീലം നമുക്ക് ഉണ്ടാകണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നാം വയ്ക്കാറുള്ളത് നമ്മുടെ വിഷയങ്ങളാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. നല്ലതാണ്, തെറ്റൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല, നല്ലതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൂടെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയും കൈത്താങ്ങാൻ, പ്രാർത്ഥിക്കാൻ, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും കാത്തിരിക്കാൻ. സ്തോത്രം. ഈ ഒരു ദർശനത്തിലേക്ക്, ഈ ഒരു വെളിപ്പാടിലേക്ക് ദൈവസഭ കേറുന്ന നിമിഷം ശ്രദ്ധിച്ചോ, സഭയുടെ, ഞാൻ ഒരു ഭാഷയിൽ പറഞ്ഞാൽ സഭയുടെ ലെവൽ കർത്താവ് മാറ്റും. സ്തോത്രം. ഈ ദൈവജനത്തിന്റെ വളർച്ച മുന്നിൽ കണ്ട് അങ്ങനെ ദർശനം, നമുക്കെല്ലാവർക്കും ദർശനമുണ്ടോ? ദർശനമുണ്ട്. സ്തോത്രം പറഞ്ഞേ, എന്താ ദർശനം? നമ്മുടെ ദർശനം ഒന്നായിരിക്കണം, സഭയുടെ വളർച്ച, ദൈവജനത്തിന്റെ വളർച്ച. അങ്ങനെ ഒരു ദർശനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഹാൾ മതിയാകാതെ വരും കർത്താവിനെ ആരാധിക്കാൻ. ദർശനത്തിന്റെ വളർച്ച അത് ഭയങ്കരമാകട്ടെ. ദർശനത്തിന്റെ വളർച്ച. ഒന്ന് തലയിൽ കൈ വെച്ചിട്ടൊന്ന് പറഞ്ഞ്, എന്റെ ദർശനത്തിന്റെ അളവിനൊരു മാറ്റം വരട്ടെ. ഒന്ന് തലയിൽ കൈ വെച്ചിട്ട് ഒന്ന് പറഞ്ഞ്, എന്റെ ദർശനത്തിന്റെ അളവിനൊരു മാറ്റം വരട്ടെ. ആമേൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ്, ദർശനത്തിന്റെ അളവിന് ഒരു മാറ്റം വരട്ടെ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നവരും ആണ് നമ്മളെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മൾ പ്രസാദിക്കാൻ പോകുക. ഇനി
നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് വാഗ്ദത്തമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കാത്തിരിപ്പ്. സ്വതന്ത്രം പറഞ്ഞേ, നമ്മുടെ അകത്ത് വാഗ്ദത്തം ഉണ്ടോ ഇല്ലയോ? വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ വാഗ്ദത്തത്തിനായി നാം കാത്തിരിക്കുന്നതോടൊപ്പം ഇസ്രായേലിന്റെ സമാധാനത്തിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ദർശനമില്ല, വാഗ്ദത്തമില്ല, മങ്ങലേറ്റു. എങ്ങനെ തിരിച്ചറിയാം? ആത്മീകതയിൽ, ആരാധനയിൽ പോലും തളർച്ച ഉണ്ടാകും. സഹോദരൻ, ദർശനമുണ്ടോ എങ്ങനെ തിരിച്ചറിയാം? ആരാധനയിൽ പോലും ഉത്സാഹം വെളിപ്പെട്ടു വരും. വാക്കിന്റെ മുമ്പിൽ തളരുകയില്ല. പ്രതികൂലത്തിന്റെ നടുവിൽ മനുഷ്യർ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ തളരത്തില്ല. വാഗ്ദത്തം അകത്തുണ്ടെങ്കിൽ വാക്കുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് ആരാധിച്ച് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. കാട്ടിൽ വസിക്കുന്ന സിംഹത്തിന്റെ അടുക്കൽ ചെന്ന് ആരെങ്കിലും പറയുകയാണ്, ആരെങ്കിലും ചെന്ന്, സിംഹം സ്വാതന്ത്ര്യമായി നിൽക്കുകയാണ്, സിംഹത്തിന്റെ തൊട്ടടുക്ക ചെന്ന് ആരെങ്കിലും പറയുകയാണ്, എടാ സിംഹമേ, നീ ശരിക്കും ബലഹീനനാണ്, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ മിണ്ടാണ്ടൊന്നും കേട്ടോണ്ട് നിൽക്കത്തില്ല, ഒന്ന് ഗർജിച്ചെഴുന്നേക്കും. ഗർജിച്ചെഴുന്നേക്കുമ്പോ തന്നെ ഈ പറയുന്നവന് മനസ്സിലാകും അവന്റെ അവസാനമാണ്. കേൾക്കുന്നുണ്ടോ? 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 ഇത് തന്നെയാണ് ആത്മീക ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. ആത്മീക ഒരു ഗർജനം സംഭവിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ അവൻ പറയുന്ന വിരോധ ശക്തികൾ പേടിച്ചോടുവാൻ തുടങ്ങും. ഇന്ന് പകൽ തിരിച്ചറിയണം, ആത്മസാന്നിധ്യം ആ വിധത്തിൽ ദൈവസഭയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ വിരോധമായി പറയുന്ന വാക്കുകളെ കീഴടക്കാൻ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ദൈവജനത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നുവെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? അവർ മാത്രം കരമടിച്ച് ഒരു വർഷമായല്ല, 2 വർഷമായല്ല, അനേകം വർഷങ്ങളായി വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ദൈവജനം ഇതിനകത്ത് കാണും. അവർക്ക് വേണ്ടി കൂടിയാണ് ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തത്തിന്റെ നിവർത്തി നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളുടെ കൺമുമ്പിൽ കാണിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് ഈ പകൽ പ്രവചനയാത്മാവിൽ ദൈവസഭയോട് ദൂത് കൈമാറുകയാണ്. ചിലപ്പോൾ ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കേണ്ടി വരും. ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞ 3-ാമത്തെ മാസം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് എനിക്കൊരു തലമുറ കിട്ടുമെന്ന്. 3-ാമത്തെ മാസം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് എനിക്കൊരു തലമുറ കിട്ടുമെന്ന്. ഈ 3-ാമത്തെ മാസം മുതൽ തലമുറ കിട്ടുമെന്ന വാഗ്ദത്തം കേൾക്കാൻ തുടങ്ങിയിട്ട് 4.5 വർഷം വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. സ്തോത്രം പറഞ്ഞു. ചെന്ന് കയറുന്ന പ്ലാറ്റ്ഫോമുകളിലെല്ലാം ചോദ്യം, പാസ്റ്റർ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കും. ഞാൻ പറയും അതെ. അന്നേരം അടുത്ത ചോദ്യം നിൽക്കത്തില്ല, അടുത്ത ചോദ്യം ഇങ്ങനെ വരും, പാസ്റ്റർ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് തലമുറകളുണ്ടോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറയും ദൈവം കരുതും. സ്തോത്രം. ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിനകത്തൊരു വേദന ഉണ്ടാകും. സ്വാഭാവികമാണ്, എന്റെ മനസ്സിനകത്തൊരു വേദന ഉണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച വളരെ നാളുകൾ പ്രാർത്ഥിച്ച് നിൽക്കുക. ഇതിനിടയിലെല്ലാം ഒരുപാട് ദൂതുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, ഒരുപാട് ദൂതുകൾ കേൾക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരുപാട് ദൂതുകൾ ഞാൻ ഇങ്ങനെ കേട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ വീടിനടുത്ത് ആരാധന നടക്കുന്നുണ്ട്. എൻ്റെ വീട്ടിനടുത്ത് ഭയങ്കരമായ ഒരു പ്രതികൂലം നേരിടാറുണ്ട്. മാനുഷികമായ വാക്കുകളാൽ തന്നെയാണ്. മിക്കവാറും ഞാൻ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അസഭ്യം കേൾക്കാം, ഒരുപാട് അസഭ്യങ്ങൾ കേൾക്കാം. അങ്ങനെ ഒരു ദിവസം ആരാധന കഴിഞ്ഞ് ഞാൻ വേറൊരു ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെടാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനൊരു വർത്തമാനം കേട്ടു. ആ വ്യക്തികളിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടു. ഇവൻ പ്രാർത്ഥിച്ചിട്ട് ഇവൻ എന്ത് കിട്ടി? ഒരുപാട് സ്ഥലങ്ങളിൽ ഇവൻ പ്രസംഗിക്കുന്നവനല്ലേ, എന്തുകൊണ്ട് ഇവന് കുഞ്ഞുങ്ങൾ കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഇവനെ മലടനാക്കി ദൈവം നിർത്തിയിരിക്കുന്നു? ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഞാൻ മലടൻ എന്ന വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി വേദന ഇച്ചിരി നന്നായിട്ട് തോന്നി. കാരണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അങ്ങനെ വിളിക്കുന്നൊരു പദമാണല്ലോ. അപ്പോൾ ആ പദം എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അന്നേരം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതിനൊരു റിസൾട്ട് കൊടുക്കാൻ പറയാൻ ദൈവം എൻ്റെ കയ്യിൽ ഒരു റിസൾട്ട് തരണം, ഒരു മറുപടി തരണം.
4.5 വർഷം കാത്തിരുന്നപ്പോൾ വാഗ്ദത്തം കേൾക്കാൻ തുടങ്ങി. 3-ാമത്തെ മാസം മുതൽ വാഗ്ദത്തം കേൾക്കാൻ തുടങ്ങി. 4.5 വർഷം വരെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരുന്നു. 4.5 വർഷമായപ്പോഴേക്കും ഇച്ചിരി സ്ട്രോങ് ആയിട്ട് വാക്ക് കേട്ടു. വേദന മനസ്സിനകത്ത് വളരെ നന്നായിട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ, പിറ്റേ മാസം കറക്റ്റ് 1 മാസം തികയുന്ന സമയത്ത് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി. സ്വതന്ത്രം പറഞ്ഞേ. ജൂലൈ 24-ാം തീയതി എൻ്റെ വൈഫ് മനോഹരമായൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു. സ്വതന്ത്രം. ചില വാഗ്ദത്തങ്ങൾ കാത്തിരുന്ന് നമ്മൾ പ്രാപിക്കേണ്ടി വരും. എന്നാൽ തിരിച്ചറിയണം, ആ കാത്തിരുന്ന് പ്രാപിക്കുന്ന വാഗ്ദത്തത്തിന് പ്രാധാന്യത കൂടുതലാണ്, വില കൂടുതലാണ്. നമ്മൾ എപ്പോഴാ ദൈവത്തെ ദൈവം ഓർത്ത് അറിയാണ്ട് വാ തുറന്ന് സ്തുതിക്കുന്നേ? പാസ്റ്റർ ആരാധിക്കാൻ പറയുമ്പോഴാണോ? ആ ആരാധന അല്പം നിൽക്കും, പിന്നെ ശാന്തമാകും. പക്ഷേ അറിയാണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തോന്നുന്നത് എപ്പോഴെന്നറിയാമോ? വില കൊടുത്ത് നാം ഒരു നന്മ അറിയുമ്പോൾ, വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാത്തിരുന്ന് വില കൊടുത്ത് നമ്മൾ പ്രാപിക്കുമ്പോൾ, ആ ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തി കൺമുമ്പിൽ കാണുമ്പോൾ അറിയാണ്ട് ദൈവത്തെ സ്തുതിച്ചു പോകും. ഇന്ന് പകൽ ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഈ ദൂത് ആരെയൊക്കെ സ്പർശിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് പകൽ വില കൊടുത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരും, വില കൊടുത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില പിതാക്കന്മാരും വർഷങ്ങളായി നിങ്ങൾ കരയുന്നുണ്ട്. അവർക്ക് വേണ്ടി ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ഈ പകലിൽ നിങ്ങൾ വില കൊടുത്ത് കരയുന്നതിന്റെ പ്രതിഫലം കർത്താവ് ഈ പകൽ നൽകാതിരിക്കത്തില്ല, നിശ്ചയമായി നൽകുക തന്നെ ചെയ്യും. ഈ ഹാൾ വിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത് വില കൊടുത്ത് കാത്തിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടായിരിക്കും വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. വിശ്വസിക്കുന്ന എത്ര പേരെന്നെ കേൾക്കുന്നുണ്ടോ? അവർ മാത്രമാ കരമടിച്ചു. വർഷങ്ങളുടെ പഴക്കം ദൈവത്തിന് വിഷയമല്ല പ്രിയരെ. ഇന്ന് പകൽ വർഷങ്ങളുടെ പാരമ്പര്യ കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ നിമിഷ നേരം കൊണ്ട് അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ കുടുംബങ്ങളിൽ ആരംഭിക്കാൻ ഈ പകൽ അസാധ്യമെന്ന് പറഞ്ഞ സകല വിഷയത്തിനകത്തും ദൈവപ്രവൃത്തി പകൽ ചലിക്കട്ടെ, ദൈവപ്രവൃത്തി പകൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തകത്തിലെ അഭിഷേകൻ. വർഷങ്ങൾ കൂടെ കാത്തിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു പ്രവചനം മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ കാര്യം അറിയാം. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. ഇസ്രായേലിന്റെ സമാധാനത്തിനായി വെളിപ്പെട്ട ഒരു വ്യക്തി എഴുന്നേറ്റ് വരാൻ പോകുന്നു. ആ വ്യക്തിയെ ഇയാളുടെ കണ്ണ് കാണും എന്നതാണ് പ്രവചനം. ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ആ വാഗ്ദത്തം കാണും എന്നതാണ് പ്രവചനം. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2020 ആരംഭത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ്, ഒരുപക്ഷെ വർഷാവസാന പ്രയറിലായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ ലാസ്റ്റ് നിമിഷങ്ങളിലായിരിക്കാം, ദൈവം നിങ്ങളോട് ഒത്തിരി പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ടോ? ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? എന്താ വാഗ്ദത്തം? 2020 നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വർഷം, 2020 നിങ്ങളുടെ ഉയർച്ചയുടെ വർഷം, 2020 നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വളർച്ചയുടെ വർഷം. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ ഈ വർഷം നിങ്ങൾ കണ്ട ദാരിദ്ര്യമാണെങ്കിൽ, ഈ വർഷം നിങ്ങൾ കണ്ടത് പ്രതികൂലമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പ്രവചന ആത്മാവിലും വചനദൂതിലുമായി ഒരു ദൂത് അങ്ങോട്ട് പറയാം. 2020 അവസാനിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കരയുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്താട്ടെ. വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല നന്മകളും. കഴിഞ്ഞ മാസങ്ങളിൽ കാത്തിരുന്നിട്ടൊന്നും നിങ്ങളുടെ കുടുംബത്തിനകത്ത് വന്നു കയറാത്ത ചില നന്മകൾ ഉണ്ടല്ലോ, അത് ഈ വരുന്ന 2 ആഴ്ച മതിയാകും പ്രിയരെ. കർത്താവിനെ തന്ന് 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 തൃപ്തിയായി നിങ്ങളെ പോഷിപ്പിക്കുവാൻ. ആമേൻ. ഇതിനിടയിൽ മനുഷ്യർ തടസ്സമായിരിക്കാം, പൈശാചിക ലോകം തടസ്സമായിരിക്കാം. ഇതിനിടയിൽ നിങ്ങൾ പറയുന്നു സകല വഴിയും അടഞ്ഞ് തടസ്സമായി നിൽക്കുന്നുണ്ട്. പക്ഷേ 2 ആഴ്ച വേണ്ട കർത്താവിന്, 2 ദിവസവും വേണ്ട കർത്താവിന്, 2 മിനിറ്റും വേണ്ട, 2 സെക്കൻഡും വേണ്ട. കർത്താവ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്
സ്തോത്രം പറ, സ്തോത്രം പറ. കർത്താവിന്റെ വിളി കേട്ട്, കർത്താവിന്റെ വാഗ്ദത്തം കേട്ട് ഇറങ്ങി തിരിച്ചവർക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവ് ഒരു ധൈര്യത്തിന്റെ മെസ്സേജ്, ധൈര്യത്തിന്റെ വാഗ്ദത്ത ദൂത് നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നു. ആ ദൂത് ഇതാണ്: ഇന്ന് പകലിൽ വാഗ്ദത്തത്തിന്റെ നിവർത്തി നിങ്ങളുടെ കൺമുമ്പിൽ. കർത്താവിന്റെ അടുക്കൽ ഒരു ശതാധിപൻ വന്നു. ശതാധിപൻ ദൈവത്തോട് കർത്താവിന്റെ അടുക്കൽ പറയുകയാണ്, എന്റെ ബാല്യക്കാരൻ സുഖമില്ലാണ്ട് കിടക്കുക. യേശുവേ, ഗുരുവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സുഖം വരും പറഞ്ഞു. അപ്പൊ യേശു എന്താ പറയുന്നത്? ഞാൻ നിന്റെ വീട്ടിനകത്ത് വരാം, ഞാൻ നിന്റെ വീട്ടിനകത്ത് വരാം, വീട്ടിനകത്ത് വന്ന് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവ് പറയുമ്പോൾ ബാക്കിയുള്ള നമ്മെ പോലുള്ള എല്ലാവരും യേശു വീട്ടിൽ വരുന്നതിൽ വളരെ സന്തോഷമല്ലേ ഉണ്ടാകുക. യേശുവിനെ ആദ്യം സ്വാഗതം ചെയ്യും. വിടുതലൊക്കെ രണ്ടാമതാണ് യേശു ഒന്ന് വീട്ടിൽ വരണം. സഹോദരൻ പറഞ്ഞേ, ഓക്കെ, നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. ആമേൻ. യേശു വന്നാൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. യേശു എവിടൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം സമൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. പക്ഷെ പുള്ളിക്കാരന്റെ വിശ്വാസം അവിടെ പ്രാധാന്യതയുള്ളതാണ്. ശതാധിപന്റെ വിശ്വാസം വളരെ പ്രാധാന്യതയുള്ളതാണ്. എന്താ അദ്ദേഹത്തിന്റെ വിശ്വാസം? അദ്ദേഹം യേശുവിനോട് പറയുന്നു, ഗുരു, അങ്ങനെ ഈ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലാത്തവനാണ്, എനിക്ക് യോഗ്യതയില്ല. എനിക്ക് വിശ്വാസമാണ്, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സുഖം വരും. ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ലാത്ത വിശ്വാസം ശതാധിപന്റെ ഇടയിൽ കണ്ടപ്പോഴേക്കും കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: എടാ മോനെ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, സമാധാനത്തോടെ പൊയ്ക്കോ, നിന്റെ ബാല്യക്കാരന് സുഖം വന്നു കഴിഞ്ഞു. ഇന്ന് പകൽ ആ ഒരു സന്ദർഭം ഞാൻ തൊടാനൊരു കാരണമുണ്ട്. നിങ്ങൾ വാഗ്ദത്തത്തിനായി വർഷങ്ങൾ കാത്തിരുന്നവരായിരിക്കാം. പക്ഷെ തിരിച്ചറിയണം, ഇന്ന് പകൽ ഈ ഹാളിനകത്തിരുന്ന് ആരാധിച്ച് കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിനകത്ത് സൗഖ്യങ്ങൾ നടക്കുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ചില പ്രശ്നങ്ങളിൽ സൊല്യൂഷൻ ഈ പകൽ കർത്താവ് വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആത്മാവിലൊരു പ്രവചനം ദൈവസഭയോടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോടും ഈ പകൽ കൈമാറുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ച് ആ ശക്തി വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശക്തി കുടുംബങ്ങളിൽ ചലിക്കാൻ തുടങ്ങട്ടെ. ഈ പകലിൽ വ്യക്തികളിൽ ആ ശബ്ദം ശക്തിയോടെ വെളിപ്പെട്ട് തുടങ്ങട്ടെ. ചിലരുടെയെങ്കിലും മരണക്കിടക്കകൾ ദൈവം മാറ്റിവരിക്കുകയാ. മെഡിക്കൽ സയൻസ് നിനക്ക് നൽകിയ റിപ്പോർട്ടിനെ തിരുത്തി എഴുതേണ്ടതിന് അഭിഷേകത്തിന്റെ സാന്നിധ്യം കിടക്കകളുടെ മേൽ വെളിപ്പെട്ട് വരികയാണ്. എന്നും നീ ഒരു കിടരോഗിയായി കിടക്കത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് എന്നും നീ പ്രശ്നത്തിലാണ്ട് കിടക്കത്തില്ല. കർത്താവ് ഇന്ന് പകൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പകലെന്ന് ആത്മാവിനാൽ ദൂത്. ഓ സാധാരണ ഞാൻ ഈ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവോട് പറയുന്നു, ഇന്ന് പകൽ ചില രോഗികൾ സൗഖ്യമാകാൻ തയ്യാറായിക്കോ. പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ ചില രോഗികളെ തൊടാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുക. സ്തോത്രം. വാഗ്ദത്ത നിവർത്തിക്കായി കാത്തിരുന്ന മനുഷ്യൻ. വാഗ്ദത്തം ഭയങ്കരമാണ്. ഇസ്രായേലിൽ സമാധാനത്തിനായി വെളിപ്പെടാൻ ഒരു കുഞ്ഞ് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആ കുഞ്ഞിനെ അവന്റെ കണ്ണ് കാണും എന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ നിന്റെ കണ്ണ് കൊണ്ട് തന്നെ നീ വാഗ്ദത്തം കാണും. അങ്ങനെ വാഗ്ദത്തം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് ദൈവമാണോ പറഞ്ഞേ? ദൈവമാണോ പറഞ്ഞേ? ദൈവം അങ്ങനെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റി അവറാച്ചന്റെ വീട്ടിൽ കടന്നു ചെല്ലത്തില്ല. വാഗ്ദാനങ്ങൾ പറയുന്ന മനുഷ്യർ വാക്കുമാറ്റി പറയും സാഹചര്യത്തിനൊത്തവണ്ണം. എന്റെ ദൈവം സാഹചര്യത്തിനൊത്തവണ്ണം വാക്കുമാറ്റി പറയാൻ കർത്താവിന്റെ ഭരണം 5 വർഷമല്ല. സ്തോത്രം പറ. കർത്താവിന്റെ ഭരണം ഈ ലോകത്തിൽ ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനും അപ്പുറമാകൊണ്ട് ഇന്ന് പകൽ തിരിച്ചറിയണം, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാൻ ഈ പറയുമ്പോൾ കർത്താവിന്റെ ശബ്ദം ചില കുടുംബങ്ങളിൽ കയറി ചെല്ലുക. സ്തോത്രം. നിങ്ങൾക്കെന്തോ വളരെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ മാത്രമായി ഇതിനകത്ത് വന്നു. നിങ്ങളുടെ വീട്ടിലുള്ള പലരെയും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ഒറ്റയ്ക്ക് വന്നവർ കൂട്ടമായി വരേണ്ടതിന് ഇന്ന് പകൽ കൂടപ്പിറപ്പുകളുടെ ശരീരത്തിനകത്ത് പോലും സൗഖ്യങ്ങൾ നടത്താൻ
ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. വാഗ്ദത്തങ്ങളുടെ നിവർത്തി, ഞാൻ വാഗ്ദത്തങ്ങളുടെ നിവർത്തി തൊടുമ്പോൾ ഒന്നുകൂടെ ഞാൻ തൊടുന്നു. ഇന്ന് പകലിൽ തലമുറകളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. അവരോടും കൂടിയും ഇന്ന് പകൽ ദൈവാത്മാവിനാൽ നിറഞ്ഞു സംസാരിക്കുകയാണ്. ദൂതിതാണ്, നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളിൽ കൂടി ദൈവം സംസാരിച്ചതും ദൈവദാസന്മാരിൽ കൂടി ദൈവം ഇടപെട്ടതും വചനത്തിൽ കൂടി ദൈവാത്മാവ് സംസാരിച്ചതുമായ ദൂതുകൾ നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ, ഓ, നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാനൊന്ന് കയറി പറയാം. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലമുറകൾ ഒരു കാരണവശാലും തിരുവനന്തപുരം പട്ടണം മാത്രം കറങ്ങുന്നവരായി തീരത്തില്ല. നിങ്ങളുടെ തലമുറകൾ ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കത്തക്ക രീതിയിൽ ഇതൊരു പ്രോമിസ് വേർഡ് ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് കൈമാറുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചു. ഇന്ന് പകൽ ആത്മാവിന്റെ തീയായി, കരയുന്നവർക്ക് വേണ്ടി, കരയുന്ന മാതാവിന് വേണ്ടി, കരയുന്ന പിതാവിന് വേണ്ടി കർത്താവ് നൽകുന്ന ഒരു നല്ല ദൈവിക വാഗ്ദത്തം. കേട്ടോ കേട്ടോ കേട്ടോ, നിങ്ങളുടെ തലമുറകൾ ഒരു സംസ്ഥാനത്തിൽ ഒതുങ്ങത്തില്ല, ഒരു രാജ്യത്തിൽ ഒതുങ്ങത്തില്ല. രാജ്യങ്ങൾ രാജ്യങ്ങൾ, പട്ടണങ്ങൾ പട്ടണങ്ങൾ പിടിക്കുന്ന അഭിഷക്തന്മാർ, അഭിഷക്ത കൂട്ടം ഇതിനകത്ത് നിന്ന് ഈ പകലിലും കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കരമടിച്ച് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ചോ. വാപുറ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ വാക്ക് പോലും കേൾക്കാണ്ട് അനുസരണ ഇല്ല എന്ന് നിങ്ങൾ വിധി എഴുതി തള്ളിയ തലമുറകളായിരിക്കാം. പക്ഷേ തിരിച്ചറിയണം, കർത്താവ് ചുമലിൽ കയറാനായിട്ട് തയ്യാറായത് ഒരു കഴുതയെ കർത്താവ് തിരഞ്ഞെടുത്തു. നിങ്ങളുടെ തലമുറകൾ കഴുതയെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. തിരിച്ചറിയണം, അവൻ പലപ്പോഴും നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നിങ്ങൾ വിലയില്ലാതെ പറഞ്ഞപ്പോൾ അവൻ ഒരു വില കൊടുത്ത്, അവന് മാന്യത കൊടുത്ത്, നിങ്ങൾക്ക് മുമ്പിൽ പോലും ദൈവം ഒരു മാന്യത തന്ന്, നാട്ടുകാരുടെ മുമ്പിൽ ഒരു മാന്യത കൊടുത്ത് നിങ്ങളുടെ തലമുറകളെ ഉയർത്തി കൊണ്ടുവരേണ്ടതിന് ഇന്ന് പകൽ കർത്താവ് തയ്യാറാകുകയാണ്. സ്തോത്രം. ഇനി ഞാൻ മുന്നോട്ട് വരികയാണ്, ശ്രദ്ധിച്ചാട്ടെ. അവൻ ആശ്വാസത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ അടുത്ത ദൂത് പറയാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാനത് പറഞ്ഞല്ലോ. സഭയിൽ ആരാധിക്കുന്ന മറ്റുള്ള കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, ദേശത്തിൽ സമാധാനം വെളിപ്പെടാൻ വേണ്ടി, കൂട്ടത്തിൽ ആരാധിക്കുന്നവരുടെ വിടുതലുകൾക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവരാണ് നാമെങ്കിൽ നമ്മളിൽ ഉള്ളത് ലോകത്തിലെ ശക്തിയല്ല, പരിശുദ്ധി ആത്മാവാണ്. സ്തോത്രം. പരിശുദ്ധി ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരു തെളിവ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ കൈത്താങ്ങാൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കാര്യം പ്രസംഗത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. താഴ്വരയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് മോശ ജനത്തിന്റെ വിജയത്തിന് വേണ്ടി കൈ ഉയർത്തി പിടിച്ചുകൊണ്ടു നിന്നു. അവന്റെ കൈ തളർന്നു പോയ സമയത്ത് അഹരോനെ സപ്പോർട്ടിന് വേണ്ടി കർത്താവ് നിയോഗിച്ചു. അഹരോൻ മോശയുടെ കയ്യെ താങ്ങിപ്പിടിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ യുദ്ധത്തിൽ ലീഡ് ചെയ്യാൻ, യുദ്ധത്തിൽ നിയന്ത്രിക്കാൻ ഒരു വ്യക്തി ഇല്ലാതെ വന്നു. അങ്ങനെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാതെ വന്നപ്പോൾ യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുന്നവന് മരണം ഏത് നിമിഷവും സംഭവിക്കാം. സ്വയം അറിഞ്ഞുകൊണ്ട് യുദ്ധത്തെ കുറിച്ച് വലിയ പഠനമൊന്നുമില്ലാത്ത യോശുവ എന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ എഴുന്നേറ്റ് വന്ന് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു. കേൾക്കുന്നുണ്ടോ പ്രിയരെ?
ഇച്ചിരി വില കൊടുക്കുന്ന ഒരു സാഹചര്യമാണത്. വില കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. യോശുവ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു. ഇവൻ നേതൃത്വം കൊടുത്തു, യുദ്ധം ജയിച്ചു. മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരുന്നു. സപ്പോർട്ട് ചെയ്യാൻ പുരോഹിതനുമുണ്ട്. എന്നാൽ യുദ്ധത്തിന് വില കൊടുത്തവനെ എല്ലാവരും മറന്നുപോയി. കേൾക്കുന്നുണ്ടോ? യുദ്ധത്തിന് വില കൊടുത്തവനെ എല്ലാവരും മറന്നുപോയി. എന്നാൽ അവന്റെ മേൽ അന്ന് വീഴപ്പെട്ടൊരു വാഗ്ദത്തമുണ്ട്. അന്ന് വീഴപ്പെട്ടൊരു വാഗ്ദത്തം. ഇസ്രായേലിന്റെ പടനായകനായി അവനെ കർത്താവ് കൊണ്ടുപോയി. അന്ന് അവന്റെ മേൽ വീഴുന്ന വാഗ്ദത്തം ആർക്കും അറിയത്തില്ല. അവന് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലായി. പക്ഷേ തിരിച്ചറിയണം, വർഷങ്ങൾ പലത് കഴിഞ്ഞു. മോശയുടെ കാലത്തിന് ശേഷം സംഭവിക്കുന്നത്, മോശയുടെ കാലത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി നല്ല കഴിവുള്ള അഹരോനുണ്ട്, കഴിവുള്ള മറ്റ് പഠനമുള്ള വ്യക്തികളും. ദൈവം ആരെയും തിരഞ്ഞെടുത്തില്ല. ആരെയാ തിരഞ്ഞെടുത്തേ? വിശ്വസ്തയോടെ ചുമൽ താങ്ങി മരണം സംഭവിച്ചാലും സാരമില്ല എന്ന് സ്വയം തീരുമാനിച്ച, യുദ്ധക്കളത്തിലേക്ക് പട നയിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തി. വില കൊടുത്തവനെ കർത്താവ് തിരഞ്ഞെടുത്തു. രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന രീതിയിൽ ഇന്ന് യോശുവയെ കുറിച്ച് ജനം പ്രസംഗിക്കുന്നെങ്കിൽ അതിനൊരു കാരണം, യുദ്ധത്തിന് അവൻ അന്ന് വില കൊടുത്തതുണ്ട്. സ്തോത്രം. വാഗ്ദത്തത്തിന് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടാകും. ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ കർത്താവ് ഒരു ദിവസം പ്രൊജക്ട് ചെയ്ത് കാണിക്കും. സ്തോത്രം. നിങ്ങൾ മറഞ്ഞിരിക്കുന്നവരാ ഇന്ന്. അമ്മമാരെ, നിങ്ങൾ കരയുന്ന റൂമിനകത്ത്, നിങ്ങൾ കരയുന്ന പ്രാർത്ഥിക്കുന്ന അവസ്ഥയ്ക്കകത്ത് നിങ്ങളുടെ കരച്ചിൽ കാണാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സഭയുണ്ട്. പക്ഷെ നാട്ടുകാരില്ലായിരിക്കാം, ജനമില്ലായിരിക്കാം, ആരും നിങ്ങളെ ഉയർത്തിപ്പിടിക്കാനില്ലായിരിക്കാം. നിങ്ങളെ ഉയർത്തി പൊക്കി ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ തിരിച്ചറിയണം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബം ദൈവം ഉയർത്തി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തിനായി കാത്തിരിക്കുക. ആ ദിവസം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. സ്വത്രം പറഞ്ഞേ. ഇന്ന് നിങ്ങൾ റൂമിനകത്താ, പക്ഷെ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇന്ന് നിങ്ങൾ ഹാളിനകത്താ, പക്ഷെ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കേൾക്കുന്നുണ്ടോ? ചെറിയൊരു മനുഷ്യന്റെ അകത്ത് വീഴപ്പെട്ട വാഗ്ദത്തം അതൊരു വിത്താണ്. ആ വിത്ത് അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ മുളയ്ക്കുകയും അത് വളരുകയും ചെയ്യും. വളർന്ന് വൃക്ഷമാകുമ്പോഴാണ് എല്ലാവരും ആ വൃക്ഷത്തെ ശ്രദ്ധിക്കുന്നത്. വിത്തായിരിക്കുമ്പോൾ ഒരു വശം ശ്രദ്ധിക്കണമെന്നില്ല. നിങ്ങളുടെ അകത്ത് വീഴപ്പെട്ട വാഗ്ദത്തം ചെറുതല്ലെന്ന് തിരിച്ചറിയുക. അത് വളരാൻ തുടങ്ങുമ്പോൾ വളർന്ന് രാജ്യങ്ങൾ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാഗ്ദത്തം വളർന്ന് വന്നിരിക്കാൻ പോവുക. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞോട്ടെ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ കാത്തിരുന്നു ആശ്വാസത്തിനായി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ലോകത്തിൽ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ലേലും നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കേണ്ടിയ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൈത്താങ്ങ് തരേണ്ട സകല വ്യക്തികളും നിങ്ങളുടെ കുറ്റം മാത്രം പറഞ്ഞ് നിങ്ങളെ വിട്ടു പോകുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ വിട്ടുപോയതെല്ലാം കൂടിച്ചേരാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഭാരപ്പെടണം, പ്രയാസപ്പെടണം. കാരണം വിട്ടുപോയത് തന്നെയാണ്. കേൾക്കുന്നുണ്ടോ? വിട്ടുപോയത് പലതും നിങ്ങളോട് കൂടിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവ് അകത്ത് വരാം. നദിയുള്ളിടത്ത് വെള്ളത്തിന് വേണ്ടി മൃഗങ്ങൾ വരുന്നത് പോലെ, പ്രകാശമുള്ളിടത്ത് പ്രകാശം കണ്ടിട്ട് പ്രാണികൾ വരുന്നത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളത് നിമിത്തം നിങ്ങളിലുള്ള വിടുതൽ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ അടുക്കലേക്ക് വരത്തക്ക രീതിയിൽ പ്രാർത്ഥനയിൽ ഒരു അഭിഷേകത്തിന്റെ ജ്വലനം ദൈവസഭയിൽ എങ്ങനെ വ്യാപരിച്ചോ അതിന്റെ ഇരട്ടി പങ്കോടെ വരുന്ന ദിവസങ്ങളിൽ ജ്വലിക്കാൻ പരിശുദ്ധാത്മാവിന്റെ തീ ദൈവസഭയ്ക്കകത്ത് ഈ പകലിൽ വിടാൻ.
ഓ, അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോ. അവൻ കഴിഞ്ഞ സെക്കൻഡുകളിൽ, കഴിഞ്ഞ നിമിഷങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് എങ്ങനെ പരിശുദ്ധ അമ്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചോ അതിന്റെ ഒരു പുതിയ ലെവലിലേക്ക്, അതിന്റെ ഒരു അടുത്ത നിലവാരത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് ദൈവസഭയെ ഈ പകലിൽ കരം പിടിച്ച് എവിടെ ആത്മീക വർധനവ് വരുന്നേ? എവിടെ ആത്മീക വർധനവ് വരുന്നേ? ആത്മീക വർധനവ് വരുന്നത് സ്തുതിക്കുമ്പോഴാണ്. ആത്മീക വർധനവ് വരുന്നത് ദൈവസഭ 2020 വരെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 2020 ലാസ്റ്റ് ദിവസങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്തും നമ്മുടെ അധരങ്ങളിൽ നിന്ന് സ്തുതി വന്നു, സ്തോത്രം വന്നു. ആദ്യം ഒരാൾ സ്തുതിച്ചു, ഇപ്പോൾ 2 പേര് സ്തുതിച്ചു, ഇപ്പൊ കൂടുതൽ പേര് സ്തുതിക്കാൻ തിരിപ്പുണ്ട്. എണ്ണം കൂടിയപ്പോ ഓർത്തോണം ആത്മീക വർധനവും കൂടി. ആത്മീക വർധനവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പൈശാചിക ലോകം ആ കിലോമീറ്ററുകളിൽ നിന്ന് അവൻ വെച്ച കയ്യെ അങ്ങോട്ട് എടുക്കാൻ പോകുന്നു, പിൻവാങ്ങാൻ പോകുന്നു. ഒരു ഉയർച്ചയുടെ വെളിപ്പാട് ദൈവസഭയ്ക്ക് ഈ പകൽ കർത്താവ് കൈമാറുകയും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സെക്ഷനിൽ അത് പുറത്തു വരണം. ഈ സെക്ഷനിൽ അത് പുറത്തു വരണം. പിശാചിനൊരു പേടി സ്വപ്നമായി മാറാൻ ആഗ്രഹമുള്ളവർ ഒത്ത പേർ ഇതിനകത്തുണ്ട്. അവർ അപ്പുറമാ കരമടിച്ച് കരമടിക്കുന്നെങ്കിൽ നന്നായിട്ട് അടിച്ചോ. ആ ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. ആ ശക്തി ഇന്ന് പകൽ ഇതിന ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. നീ പറയുന്ന ഒരു വാക്കിനകത്ത് അധികാരം വെളിപ്പെട്ട് വരാൻ പോകുന്നു. നീ പറയുന്ന വാക്കിനകത്ത് അധികാരം വെളിപ്പെട്ട് വരാൻ പോകുന്നു. പിശാചിനൊരു പേടി സ്വപ്നമായി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ സെലക്ട് ചെയ്യുക. ചോദിക്കട്ടെ, അവൻ ചിലരെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവൻ ചിലരെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കർത്താവ് നിന്നെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കർത്താവ് നിന്നെ തീ കൊണ്ട് അഭിഷേകം ചെയ്യും. ഞാൻ നിങ്ങളെ തൊടണമെന്നില്ല, ഇതിനകത്ത് കർത്താവ് നിങ്ങളെ തൊടും. ഞാൻ നിങ്ങളെ തൊടണമെന്നില്ല, കർത്താവ് ഇതിനകത്ത് നിങ്ങളെ തൊടും. എനിക്കറിയാം കർത്താവ് നിങ്ങളെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഞാൻ എത്ര ശാന്തമായിട്ട് പ്രസംഗിച്ചാലും കർത്താവ് ഇതിനകത്ത് ചിലരെ തൊടും. കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് തൊടും. എനിക്കറിയാം ഇന്ന് പകൽ അളന്ന് തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതെ വണ്ണം ആത്മസാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക്
വെളിപ്പാടുകൾ മാറാൻ പോകുന്നു, ദർശനങ്ങൾ മാറാൻ പോകുന്നു, പരിമിതികൾ പൊട്ടാൻ പോകുന്നു, വായ്ത്തത്വങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുന്നു, അടഞ്ഞത് തുറക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു. ഇന്ന് പകൽ ആത്മചലനം. പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചെടുത്തോ, പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചെടുത്തോ. പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നീ മാറി, ആൾ മാറിയവരെ പോലെ, ആൾ മാറിയവരെ പോലെ. യൗവനക്കാരല്ല പിടിച്ചെടുത്തോ, യൗവനക്കാരല്ല. ആത്മജ്വലനത്തിൽ ജ്വലിക്കാൻ ആഗ്രഹമുള്ളവർ വിട്ടുകൊടുത്തോ. ഇന്ന് പകൽ ആത്മാവിന്റെ തീ ജ്വലിക്കട്ടെ. പരിശുദ്ധി ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ആരുടെ മേല്? ആരുടെ മേല്? അവരൊക്കെ പറഞ്ഞു എന്റെ മേലുണ്ട്. ഇനി നമ്മൾ ആരാധനയിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ വചനം സംസാരിച്ച ആത്മീയ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ കർത്താവ് തുറക്കുക. അതുകൊണ്ട് ഞാൻ ആത്മാവിനെ എന്നെ വിട്ട് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുവാന്ന്. കേട്ടോട്ടെ, കേട്ടോട്ടെ. ആത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് മേലല്ല, അകത്ത. മനസ്സിലായവർ? ഇന്ന് മേലല്ല, പഴയ നിയമത്തിലായിരുന്നു മേലിൽ വെളിപ്പെട്ടത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുവിന്റെ സ്വർഗാരോഹണം വരെ പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടായിരുന്നേ. സ്തോത്രം. കാര്യം സാധിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് കാര്യം സാധിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകും. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാളിക മുറിക്കകത്തിരുന്ന് പേടിച്ചാണേലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അഭിഷിക്തന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ശിഷ്യകളുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മുറിക്കകത്ത് ആത്മസാന്നിധ്യം എന്നിറങ്ങിയോ അന്നിറങ്ങിയത് തന്നെയാണ്. പിന്നെ ഭൂമി വിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തിരിച്ചു പോയിട്ടില്ല. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ തിരിച്ചറിയണം, ആത്മാവിന്റെ ചലനം ആരാധിക്കുന്ന നിങ്ങളുടെ ഇടയിലും അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ചില ദൈവ പ്രവർത്തികൾക്ക് ആരംഭം. ചലിക്കട്ടെ, ചലിക്കട്ടെ. ചിലരുടെ ഭാഷകൾ ഇന്ന് മാറും, ചിലരുടെ വെളിപ്പാടുകൾ ഇന്ന് മാറും, ചിലരുടെ ദർശനങ്ങൾ ഇന്ന് പകൽക്കാലം മാറും. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു. നിന്റെ കുടുംബത്തിലെ പ്രതികൂലം കണ്ടുപിടിക്കാൻ ഒരൊറ്റ വ്യക്തിക്കും കഴിയുന്നില്ലെങ്കിൽ ആരാധിക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തെ കണ്ടുപിടിക്കാൻ ആത്മാവിന്റെ വെളിപ്പാട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് തുടർന്ന് ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ ദൈവാത്മാവ് ചിലപ്പോഴെങ്കിലും അങ്ങനെ തന്നാൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ദൈവം ചിലരെങ്കിലും ശുശ്രൂഷയ്ക്കായി ചിലപ്പോൾ വേർതിരിച്ചെന്ന് വരാം, ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗം തന്നെന്ന് വരാം. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്ത് തരികയല്ല, ഒരു ഓർഡിനേഷൻ തരികയല്ല, മറിച്ച് അഭിഷേകത്താൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയ്ക്കകത്ത് ഒതുങ്ങിയതാണ്. സ്തോത്രം പറ. എന്താ ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം മാത്രമല്ല. ആണോ? അങ്ങനെയാണോ? ശുശ്രൂഷ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥനയിലുമുണ്ട്. ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലുമുണ്ട്. ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് ഇനി ദൈവസഭയ്ക്ക് കാര്യം, ദൈവസഭയ്ക്കകത്ത് ദൈവം ചില വോളണ്ടിയർമാരെ സെലക്ട്. വോളണ്ടിയർ എന്ന് പറയുന്നത് ബാൾജ് തന്നിട്ടുള്ള വോളണ്ടിയേഴ്സ് അല്ല. വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ചില പ്രോഗ്രാമിന് വേണ്ടി ബാൾജ് തന്ന വോളണ്ടിയേഴ്സിനെ ഇറക്കി വിടും.
അങ്ങനെയൊക്കെ ഓർഡർ അല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധന്മാരോട് പറയുന്നു, നിയോഗത്താൽ വരുന്നവന് പ്രാർത്ഥിച്ച കസേരയിൽ കൂടി അഭിഷേകം. ഞാൻ പറയുന്നത് പൊട്ടത്തരായിട്ട് തോന്നും, എങ്ങനെയാണ് വിമർശിക്കുന്നവർക്ക് വിമർശനമായിട്ട് തോന്നും. പക്ഷെ ശ്രദ്ധിച്ചു കേൾക്കണം, നീ ഇരിക്കുന്ന കസേരയിൽ തീ വ്യാപരിക്കും. പുതുതായി ഒരു വ്യക്തി വന്നിരുന്നാൽ അവന് കൂടി ആത്മ പകർച്ച കിട്ടും. നീ പ്രാർത്ഥിക്കുന്നവനാകൊണ്ട് നിന്റെ അടുത്തിരിക്കുന്നവർക്ക് പോലും ആത്മ സാന്നിധ്യം കൊടുക്കാൻ, ആത്മജ്ഞാനം കൊടുക്കാൻ, ആത്മ അഭിഷേകം കൊടുക്കാൻ, ആത്മീയമായി ഡെലിവറൻസ് ചെയ്യാൻ പരിശുദ്ധന്മാരുടെ നിന്ന് പ്രാർത്ഥനയുടെ ഒരു ഫെലോഷിപ്പ്. തയ്യാറാണോ? ദൈവം പറഞ്ഞു, അങ്ങനെ ചിലരെ പരിശുദ്ധാത്മാ ഇന്ന് പകൽ ഇതിനകത്ത് സെലക്ട് ചെയ്താണ്. പകത്തി ടെൻഷൻ പറഞ്ഞു. അതിനൊരു പ്രത്യേകതയുണ്ട്, ആ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളിൽ വിടുതൽ നടന്നു നിങ്ങൾക്ക് സ്വയമായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കണമെന്നില്ല. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, സ്വയം തോന്നുന്നു എങ്കിൽ, അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ കൂടി ആ വിടുതൽ നടക്കും. എന്നാൽ ഒന്നും അഹങ്കാരമോ നികളമോ തോന്നാത്ത ഒരു കൊച്ചു കുഞ്ഞു പോലും ഇതിനകത്ത് പ്രാർത്ഥിച്ചാൽ ഡെലിവറൻസ് നടക്കും. കാരണം ഇത് മിറക്കിൾ ശുശ്രൂഷ ഇതിനകത്ത് നടക്കാൻ ദൈവം മാറ്റിവെച്ചൊരു സഭാഹോളായതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് ആരംഭിക്കും. തടുക്കാൻ ഒരു ലോകശക്തിക്ക് കഴിയത്തില്ലെന്ന് പരിശുദ്ധ ആത്മാവ് ദൈവസഭയോട് അങ്ങനെ ദൂത്. നിങ്ങളുടെ ആത്മിക അവസ്ഥകളിൽ വീഴപ്പെട്ട പരിമിതികൾ ഇന്ന് പകൽ പരിശുദ്ധന്മാർ പൊളിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു പ്രാക്ക് വന്നതുകൊണ്ടായിരിക്കാം, ഒരു പ്രാക്ക് നിങ്ങൾക്ക് ആരാധനയിൽ വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രാർത്ഥനാ ലൈഫിൽ എന്തോ പ്രതികൂലം വരുന്നത് കൊണ്ടായിരിക്കാം. മേ ബി എന്ത് തന്നെയായാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് പറയാം. പരിശുദ്ധാത്മാവിനാൽ ദൂത് ആത്മീകതയിൽ വന്ന ആ ഒരു മന്ദത എടുത്തു മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആത്മീക ജ്വലനത്തിൽ ഇന്ന് പകൽ ഒന്നുകൂടെ കർത്താവ് കരം പിടിക്കുന്നു. എന്തിന്? അതാണ് നിങ്ങൾ അറിയേണ്ടത്. എന്തിന് കർത്താവ് അങ്ങനെ സഭയെ ജ്വലിപ്പിക്കുന്നു? അത് നിങ്ങൾ അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോ, പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കാൻ ഒരു ദൈവദാസൻ വരാണ്ടിരുന്നാലും ഇതിനകത്ത് അത്ഭുതത്തിന് കുറവുണ്ടാവത്തില്ല. നിങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ച ഒരു ദൈവദാസൻ ഒരു ദിവസം വന്നില്ലേലും ഇതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റുന്നാലും അവന്റെ വാ കർത്താവ് തുറക്കും. അത്യാവശ്യ സമയത്ത് കഴുതയുടെ വാ തുറക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ പിന്നെയാണോ ഇവിടെ നിൽക്കുന്ന അറിവുള്ള പിള്ളേരെ പിടിച്ചു നിർത്തിയാൽ കർത്താവിന് വാ തുറക്കാൻ? ഇനി ശ്രദ്ധിച്ചോ, നികളം വരാതിരുന്നോ കർത്താവ് ദൈവസഭയിൽ ചിലരെ സെലക്ട് ചെയ്യും. നികളം വരാതിരുന്നാൽ ദൈവാത്മാവ് ചിലരെ സെലക്ട് ചെയ്യും. നിങ്ങളുടെ തലമുറകൾ അത് അങ്ങനെ ആയി മാറട്ടെ, നിങ്ങളങ്ങനെ മാറട്ടെ. പരിശുദ്ധന്മാർ പറയുന്നു, വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലരെ തീ വീഴുകയാ. വർത്തമാനം ഒരു പട്ടണത്തിൽ ഒതുങ്ങി നിൽക്കത്തില്ല. നിങ്ങളുടെ വർത്തമാനം ഒരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കത്തില്ല. സ്റ്റാർട്ടിംഗ് ദൈവം ഇട്ട് കഴിഞ്ഞു. കാഞ്ഞിരംകുളത്ത് സ്റ്റാർട്ടിംഗ് ഇട്ട് കഴിഞ്ഞു. വിത്ത് മുളച്ച് കഴിഞ്ഞു. പരിശുദ്ധനോട് പറയുന്നു, ഇത് വളരാൻ പോകുന്നു. വളർന്ന് നിങ്ങൾ തുടങ്ങുന്നിടത്തെല്ലാം സെന്ററായി മാറും. പരിശുദ്ധൻ പറയുന്നു, അതുപോലെ നിങ്ങൾ തുടങ്ങുന്നിടത്തെല്ലാം ഒരുപോലെ ജനം ഉണ്ടാവും. അതാ അതിശയം. നിങ്ങൾ തുടങ്ങുന്നത് എവിടേക്കാണോ ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോകുന്നു, തുടങ്ങുന്നിടത്തെല്ലാം ഒരുപോലെ കാഞ്ഞിരംകുളത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ കടുക്കാൻ വിടും.
സഹായത്തിന് വിശ്വസ്തരായ ചിലരെ ഇന്ന് പകൽ വരമേൽപ്പിക്കാൻ പോകും. ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയിൽ നിയോഗം വെളിപ്പെട്ടു വരും അകത്ത്. അങ്ങനെ ഉള്ളവർ മാത്രം ആരാധിച്ചാൽ മതി, അവരുടെ അകത്ത് തീ ജ്വലിക്കും. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെയുള്ളവർ ആരാധിച്ചാൽ മതി. തീ കത്തിയാൽ ആരാധിച്ചാൽ മതി. തീ കത്തിയാൽ ഉണ്ടല്ലോ, തിരിച്ചറിയണം, ഇന്ന് പകൽ നിങ്ങളുടെ ഭാഷാവരങ്ങൾ മാറാൻ പോകുന്നു. വെളിപ്പാടിൽ വീഴപ്പെട്ട ഇരുട്ട് മാറാൻ പോകുന്നു. വ്യക്തമായി ചില വെളിപ്പാടുകൾ കാണാൻ, വ്യക്തമായി ചില ദർശനങ്ങൾ കാണാൻ. ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രോഫസിയുടെ മണ്ഡലം ഞാൻ പറയാം. പ്രോഫസിയുടെ മണ്ഡലം ഇതിനകത്ത് പേര് വ്യക്തമായി വിളിച്ച, ഡീറ്റെയിൽ വ്യക്തമായി വിളിച്ചു പറയാം. പരിശുദ്ധന്മാർ എന്നൊരു പ്രവാചക കൂട്ടത്തെ ദൈവാത്മാവ് ഇതിനകത്ത് എഴുന്നേൽക്കും. പറയുന്നത് എന്തായാലും വ്യക്തമായി ചെയ്യും, പ്രവർത്തിക്കുന്നത് എന്തായാലും വ്യക്തമായി ചെയ്യും. ഹലോ 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 ഞാൻ ഇത് സൃഷ്ടിക്കാനല്ല ഇതിനകത്ത് വന്നേ. എന്റെ മെസ്സേജും അതല്ല. നിങ്ങൾ എടുത്തപ്പോൾ കണ്ടല്ലോ, എന്റെ മെസ്സേജ് അതൊന്നും അല്ലായിരുന്നു. പക്ഷെ ദൈവാത്മാവ് റൂട്ട് മാറ്റുന്നതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു പോകുക. റൂട്ട് മാറ്റുന്നതുകൊണ്ട് മാത്രം. വിടുതൽ നടന്നാൽ പക്ക വിടുതലായി. ഇതിനകത്ത് ചില ഡോക്ടേഴ്സിനെ കർത്താവ് കൊണ്ടുവരാം. പരിശുദ്ധനോട് പറയുന്നു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഇനി ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറിന്റെ അടുക്കൽ പോകേണ്ടി വരത്തില്ല. ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഇതിനകത്തുണ്ടാകും, സ്പോട്ടിൽ ചെക്ക് ചെയ്യാൻ. അത്തരത്തിൽ പരിശുദ്ധാത്മാവ് സഭയുടെ പരിമിതിയെ പൊളിക്കാൻ പോകും. പരിമിതി പൊളിക്കും, പരിമിതി പൊളിക്കും, പരിമിതി പൊളിക്കും. ഈ പരിമിതി പൊളിക്കുന്നതിനകത്ത് ദൈവ പ്രവൃത്തി വ്യാപിക്കും. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധന്മാരോട് പറയുന്നു, ഇവിടെ നിന്ന് ഒരു തീയെടുത്തെറിയുന്നത് പോലെ ചില കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ശക്തിയോടെ വീഴപ്പെടും. ഇതിന്റെയൊക്കെ വേരുകളെ കർത്താവ് വിടുന്നു, വേര് വിടുന്നു. ക്യാൻസർ ആണോ, അതിന്റെ വേരിനെ കർത്താവ് വിടുന്നു. തൈറോയ്ഡാണോ, അതിന്റെ വേരിനെ കർത്താവ് വിടുന്നു. ശരീരങ്ങൾക്കകത്തളങ്ങളിൽ അസാധാരണമായ ഹീലിംഗുകൾ മാത്രമല്ല, നിന്റെ കുടുംബത്തിൽ നിന്നെ കടത്തിൽ ആഴ്ത്തിയിട്ടവരെ കർത്താവ് തൊട്ടിട്ടോ ഒരു സൊല്യൂഷൻ ഈ പകലിൽ അഭിഷേകത്തിന്റെ തീ വേരിനകത്ത്. ആവശ്യഭാരത്തോടെ യേശുവിന്റെ അടുക്കൽ കരഞ്ഞ് 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 തൊടണമെന്ന് ആഗ്രഹമാണ്. ഓടി വന്ന സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ അവളുടെ ആഗ്രഹം വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ മതി. യേശുവിന് അറിയത്തില്ല അവൻ തൊടാൻ പോകുന്നു എന്നത്, അവൻ ശിഷ്യന്മാർക്ക് അറിയത്തില്ല തൊടാൻ പോകുന്നു എന്ന്. പക്ഷെ വസ്ത്രത്തിൽ തൊട്ട മാത്രമേ യേശു അറിഞ്ഞു. ശക്തി തങ്കൽ നിന്ന് പുറപ്പെട്ടു. ആവശ്യഭാരത്തോടെയാണോ തൊടുന്നേ, തൊടുന്നവൻ സൗഖ്യപ്പെടാൻ പോവുകയാണ്. ഇത് പകൽ എനിക്കറിയാം, ശക്തി കർത്താവിൽ നിന്ന് വെളിപ്പെട്ടു വരാൻ പോകുന്നു. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അകത്ത്. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അകത്ത്. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൂത് അവനെ വെളിപ്പെടുന്നത്. ദൂത് ഇതാണ്: കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല. പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. എങ്ങനെ ദൈവാലയത്തിൽ ചെന്നു? ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. നിയോഗത്താൽ ചില യാത്രകൾ ഉണ്ടാവട്ടെ. നിയോഗത്താൽ ചില യാത്രകൾ ഉണ്ടാകട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. കർത്താവ്
കർത്താവിന്റെ നിയോഗം അകത്ത് ലഭിച്ചിട്ട് യാത്ര പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളും. നിയോഗത്താൽ ഉള്ള യാത്ര. ഇനി ശ്രദ്ധിക്കാം, ഞാൻ അവിടെ നിൽക്കുന്നില്ല, പറഞ്ഞു പോകുന്നു. നിയോഗത്താൽ 28-ാം വാക്യം മുതൽ 29-ാം വാക്യം മുതൽ നമ്മുടെ അടുത്ത കുറിവാക്യം ഞാൻ വേഗത്തിൽ നിന്ന് വരിക. അവൻ പറയുക, യേശുവിനെ കയ്യിൽ വാങ്ങിച്ചിട്ട് ആ മനുഷ്യൻ പറയുക, ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നിങ്ങൾ ഈ ഹാള് വിട്ട് പോകാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദൈവം നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ ദൂത, ഈ ഹാള് വിട്ട് ഇന്ന് ഈ സെക്ഷൻ കഴിഞ്ഞ് പോകുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് നിങ്ങൾക്ക് തന്ന ഈ ലാസ്റ്റിലൊരു ദൂത. നിങ്ങൾ കർത്താവ് അയക്കാൻ പോകുന്നത് സമാധാനത്തോടെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം വെളിപ്പെട്ടെ? സമാധാനം വെളിപ്പെടാൻ ഒരു കാരണമുണ്ട്. അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പം ഇനി നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, പ്രാർത്ഥനയിൽ റിസൾട്ട് ഉണ്ടോ? ഉണ്ടോ? കേട്ടില്ല. ആരാധനയിൽ റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. വാഗ്ദത്തത്തിന്റെ നിവർത്തി ഉണ്ടോ? ഉണ്ട്. കാത്തിരിപ്പ് ഇച്ചിരി വൈകുന്നുണ്ടെങ്കിലും ഭാരപ്പെട്ടു പോകണ്ട. കാരണം എന്താ? റിസൾട്ട് ഉണ്ട്. ഉറക്കെ പറഞ്ഞേ, എനിക്ക് റിസൾട്ട് ഉണ്ട്, എനിക്ക് മറുപടി ഉണ്ട്. ഉറക്കെ പറഞ്ഞേ. അയ്യോ, ശബ്ദം കേൾക്കുന്നില്ല. നിങ്ങളെല്ലാം ഫാസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം, അതിന്റെ ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞേ, പ്രാർത്ഥനയിൽ മറുപടി ഉണ്ട്, മറുപടി ഉണ്ട്. ശ്രദ്ധിച്ചേ, അവന്റെ പ്രാർത്ഥനയിൽ മറുപടി വെളിപ്പെട്ടപ്പോൾ ദൈവം അവനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. എത്രയോ ആരാധനകൾ നിങ്ങൾ ആരാധിച്ചവരാണ്, എത്രയോ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിച്ചവരാണ്. പക്ഷേ ആ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിച്ചിട്ട് സമാധാനത്തോടൊന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയിട്ടില്ല. കാരണം ശരിയായൊരു മറുപടി ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവത്തില്ല. അത് അവൻ പ്രാർത്ഥനയിൽ ആരാധനയിൽ ദൈവസാന്നിധ്യം ഇല്ലാതിരുന്നിട്ടല്ല, ആ ഒരു വാഗ്ദത്തത്തിന്റെ സമയം നിങ്ങളോട് അടുത്ത് വരികയായിരുന്നു. ഇന്ന് പകൽ ഒരു പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയം, നിവർത്തിയുടെ സമയം ഈ പകൽ ആണെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ഹോൾ വിട്ടു പോകാൻ പോകും. സമാധാനത്തോടെ ഹോൾ വിട്ടു പോകാൻ പോകും. വാഗ്ദത്തത്തിന്റെ നിവർത്തി ഈ പകൽ വെളിപ്പെട്ടു വരാൻ പോകും. അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? വന്നെഴുന്നേറ്റാട്ടെ. കണ്ണുകളെല്ലാം നടച്ചു. അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിന് വിട്ടുകൊടുക്കുന്ന ചില, ഇന്ന് പകൽ ആത്മാവിന്റെ ചലനത്തിന് വിട്ടുകൊടുക്കുന്ന ചില, ഇന്ന് പകൽ ജ്വലിക്കാൻ പോകും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് നാളുകളായി വാഗ്ദത്തം കേൾക്കുന്നവരായിരിക്കണം, ഒരുപാട് നാളുകളായി വാഗ്ദത്തം കേൾക്കുന്നവരായിരിക്കും. പക്ഷെ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഈ പകൽ കർത്താവ് ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി, വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഇന്ന് പകൽ കൺമുമ്പിൽ ഇടാൻ പോവുകയാണ്. കർത്താവിന്റെ വാക്ക് കേട്ടല്ലേ നിങ്ങൾ ഇറങ്ങി. ഇപ്പൊ നിൽക്കുന്നത് അവിടെ പ്രശ്നത്തിന് നടുവില്ല, ആരും സഹായിക്കാനില്ല. പക്ഷെ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ തൊട്ട് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ ബാക്കിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ നോക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ കാണുന്നു. പക്ഷേ വിളിച്ച കർത്താവിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്രശ്നത്തെയല്ല, പ്രശ്നത്തിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തെ കാണും. ആ മഹത്വത്തെ കണ്ടാൽ പിന്നെ അടുത്ത ആഗ്രഹം, ആ തീ എന്റെ മേലൊന്ന് കത്തണം.
ആ തീ കത്തണം എന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രാർത്ഥന, കർത്താവേ നിറയണം, നിറയണം, നിറയണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ. നിറയണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്, അവർ മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ. ആത്മാവിന്റെ തീയാലൊന്ന് നിറയാൻ, ആത്മാവിന്റെ ഈ അഭിഷേകത്താലൊന്ന് നിറയാൻ, പരിശുദ്ധാത്മാവിനാലൊന്ന് നിറയാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അവരുടെ മേൽ ആ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുക. ഈ പകലിൽ ദൈവം അങ്ങനെയുള്ളവരെ തൊടുന്ന പകലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പകലിൽ അങ്ങനെയുള്ളവരെ കർത്താവ് തൊടുന്ന പകലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ പകൽ അങ്ങനെയുള്ളവരുടെ ശരീരത്തിന്റെ അകത്ത് ആത്മാവിന്റെ ചലനം സംഭവിക്കട്ടെ. തിരഞ്ഞെടുപ്പുകളിലേക്ക്, വ്യക്തമായ ദർശനത്തിലേക്ക്, വ്യക്തമായ ഒരു ആത്മീക അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ ഒന്ന് കരം പിടിച്ച സാന്നിധ്യത്തിലേക്ക് ഒന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സഞ്ചരിക്കുന്നു, ആത്മീക മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്നു. പക്ഷേ യാത്രയിൽ പലയിടത്തും വഴിതെറ്റിയതുപോലെ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുക. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് പകൽ വ്യക്തമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ആത്മാവ് ചിലരെ ഒരുക്കുക. കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച വ്യക്തമായ ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ ഒരുക്കിയെടുക്കുക. നിങ്ങളുടെ ആത്മീക മണ്ഡലത്തെ ചോദ്യം ചെയ്യുന്നവരെ ഒത്തിരി പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് പകലിൽ ആ ചോദ്യങ്ങൾക്കൊരു മറുപടി കൊടുക്കാൻ വ്യക്തമായ ഒരു വെളിപ്പെടൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. പ്രാർത്ഥനാ വിഷയത്തിനകത്തും പ്രാർത്ഥിക്കുന്നു, ആരാധന വിഷയത്തിനകത്തും ആരാധിക്കുന്നു. പക്ഷേ ഇന്ന് പകൽ വ്യക്തമായൊരു വെളിപ്പെടൽ അതാവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ചിലരെ വെളിപ്പെടുത്താൻ പോകുന്നു. അത് വെളിപ്പെട്ട് വന്നാൽ നിങ്ങളുടെ സൗഖ്യം പൂർണ്ണമായി. അത് വെളിപ്പെട്ട് വന്നാൽ നിങ്ങളുടെ കടഭാരം പൂർണ്ണമായി മാറും. അത് വെളിപ്പെട്ട് വന്നാൽ പകുതിയായിരുന്ന സകല പണികളും ഇന്ന് പകൽ പൂർത്തീകരിക്കപ്പെടാൻ, ഫിനാൻഷ്യൽ മണ്ഡലത്തിനകത്ത് അടഞ്ഞുപോയതിനെ നോക്കി ആത്മാവിൽ കൽപ്പിക്കാൻ അധികാരം നിങ്ങളുടെ അധരങ്ങളിൽ ഈ പകലിൽ പരിശുദ്ധാത്മാവ് കൈമാറി കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങാൻ കഴിവുള്ള ദൂരന് മുമ്പിൽ ആമേൻ പറഞ്ഞാട്ടെ. പകർത്ത് കളഞ്ഞ പിശാചിനെ നോക്കി ഇന്ന് പകൽക്കാലം ശാസിച്ച് പുറത്താക്കി ജയം പ്രഖ്യാപിക്കാൻ, ജയത്തിന്റെ കൊടി നാട്ടാൻ അഭിഷേകമുള്ളവർ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. യെസ്, ആത്മമണ്ഡലം ഈ പകൽ റിലീസ് ആവുക. ആത്മമണ്ഡലം ഈ പകൽ സ്വാതന്ത്ര്യമാകുക. Shatarana riba pawa shaturana gasia Latoni asiate ribi apara shatana ragal kaina Latoni asateri apara Atoni aprege asate lekhe remahas Varade ആരാധിച്ചു പോകാണ്ട് ആത്മസ്വാതന്ത്ര്യത്തിൽ, ആത്മനിയോഗത്തിൽ, അഭിഷേകത്തിന്റെ ആഴത്തിൽ ഇറങ്ങി ആത്മസാന്നിധ്യത്തിന് വിട്ടുകൊടുത്ത ആത്മസ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്താരാശോ ഇന്ന് പകൽ ആത്മാവിന്റെ ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. സകല പൈശാചിക കോട്ടകളും ഇന്ന് പകൽ കുടുംബങ്ങളെ വിട്ട് തകരുകയാണ്. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകലവിധ വ്യാപാരങ്ങളും ഇന്ന് പകൽ പൊളിയുകയാണ്. ആത്മമണ്ഡലം സ്വാതന്ത്ര്യമാകിയാൽ, ആത്മമണ്ഡലം സ്വാതന്ത്ര്യമാകിയാൽ ഇനി അകത്ത് ആത്മാവിനെ ഒതുക്കാതെ പുറത്ത് ആത്മസാന്നിധ്യത്തെ വെളിപ്പെടുത്താൻ
എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചു. ആത്മചലനം ഇതിനകത്ത് സംഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആ തീ പടർന്നു വ്യാപരിക്കുകയും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു ആത്മമണ്ഡലം ഇതിനകത്തേക്ക് കർത്താവ് തുടങ്ങി കഴിഞ്ഞു. ഈ ഹോളിന്റെ നെടുകയും കുറുകയും ആത്മസാന്നിധ്യം
ദൈവ പ്രവൃത്തി ഈ പകൽ ഇറങ്ങിയതിന് നിങ്ങളുടെ തലമുറയെ കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ കർത്താവ് നൽകിയ വാഗ്ദത്തത്തെ ഒന്ന് കൈ പിടിക്കാം. ഈ ഹാൾ വിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത് വാഗ്ദത്തത്തിന്റെ നിവർത്തി കാണാനായിരിക്കും. വാഗ്ദത്തത്തിന്റെ നിവർത്തി കാണാൻ, നിന്റെ കയ്യിലത് പിടിക്കാൻ. കാണാൻ മാത്രമല്ല കുഞ്ഞെ, ഇതിനകത്ത് കയറി നീ കൈ പിടിക്കാനാ. ഈ പകൽ വാഗ്ദത്തത്തെ കൈ പിടിക്കേണ്ട അഭിഷേകം. അവൻ പറയും വാഗ്ദത്തത്തെ കാണാൻ വേണ്ടി മാത്രമല്ല ഞാനിവിടെ ഉണ്ട്, ആ വാഗ്ദത്തത്തെ കയ്യെ പിടിക്കാനോ. ഇന്ന് പകൽ വാഗ്ദത്തത്തെ കയ്യെ പിടിച്ച് വീട്ടിലേക്ക് പോകാൻ. വലയ്ക്കകത്ത് മീൻ വെട്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു ഫ്രഷ് മീന് കടലിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ വലയ്ക്കകത്ത് വെട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടുത്തെ ദർശനം. തത്വമൊന്നും ഇതിനകത്തില്ല. ജീവനുള്ളതിനെ എല്ലാത്തിനെയും ഞാനത് പറയുമ്പോൾ ജീവനുള്ള ചിലതിന്റെ അകത്ത് നിന്ന് ജീവൻ തുടിക്കാൻ തുടങ്ങുക. ഇന്ന് പകൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരഭിഷേകം. ഒരു തിരയിൽ അതൊന്ന് അടിച്ച് അടുത്തൊന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ അടുത്ത തറയും വരും. അതാ അഭിഷേകത്തിന്റെ ഒരു ചലനം. നിങ്ങൾ കുടഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഈ തിര നിങ്ങളെ വിടത്തില്ല, ഈ നദി നിന്നെ വിടത്തില്ല. ഇതിനകത്ത് പെട്ടാൽ കഴിഞ്ഞാൽ നീന്തി കളിക്കാൻ തോന്നും. അഭിഷേകത്തിൽ പെട്ടാ പിന്നെ എനിക്കറിയാം ഇതിനകത്തൊരു ദൈവ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. കാരണം തന്നിരിക്കുന്ന ഒരു നിയോഗമാണ് അഭിഷേകത്തിന്റെ അണയാത്ത ജ്വലനം. ദൈവം ഈ സഭയോട് കാണിച്ചിരിക്കുന്ന കരുണയാണ്. ഇതിന്റെ റിഫ്ലക്റ്റിംഗ് ആണ് പട്ടണങ്ങളിൽ വ്യാപരിക്കുന്നത്, സോഷ്യൽ മീഡിയകളിൽ വ്യാപരിക്കുന്നത്, ഇത് കാണുന്നവരുടെ കുടുംബങ്ങളിൽ പോലും വ്യാപരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രതിഫലനോ. ഒരു കാര്യം കൂടെ എനിക്ക് പറയണം, എന്നിട്ട് ഞാനൊന്ന് നിർത്താം. എനിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ദർശനത്തിൽ ആ ദർശനം ഞാൻ പറയാം. ഇത് നിങ്ങൾ കണ്ണാടി സൂര്യപ്രകാശത്തിൽ പിടിച്ചിട്ടുണ്ടോ? കണ്ണാടി സൂര്യപ്രകാശത്തിൽ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുള്ളവരൊന്ന് കൈവയ്ക്കേ. കണ്ണാടി സൂര്യപ്രകാശത്തിൽ പിടിച്ചിട്ടുള്ളവർ. സൂര്യന്റെ പ്രകാശം കണ്ണാടിയിൽ തട്ടിയിട്ട് അത് അടുത്ത് റിഫ്ലക്ട് ചെയ്യും. ഏത് ദിശയിലേക്ക് നമ്മൾ പിടിക്കുന്നു ആ ദിശയിലേക്ക് പോകും. ഇതിനകത്ത് ദൈവം തെരഞ്ഞെടുത്ത പ്രാർത്ഥനാ വീരന്മാർ തയ്യാറായിക്കോ. നിങ്ങൾ ഏത് ദിശയ്ക്കായിട്ട് പിടിച്ചോ ആ കോണിൽ നിന്ന് ജനം ഇതിനകത്തേക്ക് കയറാൻ പോകുന്നു. ഉണർവിന്റെ ഒരു സീസൺ ദൈവ സഭയ്ക്കകത്ത്. ഉണർവിന്റെ ഒരു സീസൺ. നിന്നിൽ ആ പ്രകാശം തട്ടിയ പിന്നെ അവിടെ നിൽക്കത്തില്ല കുഞ്ഞെ. ആ പ്രകാശം പട്ടണങ്ങളിൽ വ്യാപിക്കാൻ പോകുകയാണ്. എതിർ ദിശയിലേക്ക് ശത്രുവിന്റെ പാളയത്തിനകത്തേക്ക്.
ഉപവാസപ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽക്കാലം ഇതിന്റെ അകത്തിനെ കൈമാറുക ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവജനത്തെ അതിനായി നീ ഒരുക്കിയിരിക്കാൻ നന്ദി പറയുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അഭിഷേകം അവരുടെ മേൽ ചലിക്കട്ടെ കർത്താവേ. ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം അവരുടെ മേൽ ചലിക്കുമാറാകട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ചലിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കട്ടെ കർത്താവേ. പ്രാർത്ഥിച്ച് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനം കേട്ടവരാരും നഷ്ടമായി പോകാൻ ദൈവം ഇടയാക്കരുത്. ഈ ദിവസങ്ങൾ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, അവർ വിടുവിക്കപ്പെട്ടിരിക്കട്ടെ കർത്താവേ. എൻ്റെ കൃപയിൽ മക്കൾ നിറയ്ക്കട്ടെ. രോഗികളായി ബലഹീനതയോട് ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രാർത്ഥന കേട്ടത് കരമേഴ്ത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരത്തെ സെക്ഷൻ 6:30 തന്നെ ആരംഭിക്കും. എല്ലാ നിയമങ്ങളും കൃത്യമായി ആ സെക്ഷൻ കൃത്യമായി ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്ര വഴിപാടുകൾ